അഗ്രി ഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ വലിയ പേരൊക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഏതൊരു വീട്ടിലും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സീസൺ എന്നൊക്കെ പറയുമ്പോൾ അതായത് ജനുവരി തൊട്ട് അങ്ങ് വരികയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ. നമുക്ക് ഏപ്രിൽ മെയ് ഒക്കെ എത്തുമ്പോഴേക്കും ധാരാളം പഴങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അതായത് ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ ധാരാളം കിട്ടാറുണ്ട്. അപ്പോൾ ആ എൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് മടുത്തു തുടങ്ങും, മതി ഇത് ഇത്രയും കഴിക്കാൻ പറ്റില്ല എന്നോ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ചെയ്യാറുണ്ട്, അത് ഒന്നില്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കും അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കും അല്ലേ. അപ്പോൾ അതൊരു സാധാരണ കാര്യമാണ്, എല്ലാ വീടുകളിലും എല്ലായിടത്തും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തിനാണ് ഫുഡ് പ്രിസർവേഷൻ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് കൂടുതലുള്ള ഒരു സാധനത്തിന് നമുക്ക് കൂടുതലായിട്ട് സർപ്ലസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് അതെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സീസണൽ അല്ലാത്ത സമയങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിസർവേഷൻ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് രീതിയിൽ. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതും പഴയതായിട്ട് ഒരുപാട് ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്നതുമായിട്ടുള്ള ധാരാളം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നതെന്ന് പറയുന്നത് നമ്മൾ ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ. വെയിലത്ത് വെച്ച് ഉണക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഡ്രയറുകൾ ഉപയോഗിച്ച് ഉണക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാടധികം സാധനങ്ങൾ നമുക്കിപ്പോൾ ആമസോണിലൊക്കെ കിട്ടുന്ന പോലത്തെ ഹൈഡ്രേറ്റേഴ്സ് ഉണ്ട് അല്ലേ, അത് വെച്ചിട്ട് ഉണക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കുന്നതാണ് നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഉണക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുകയും അതുവഴി നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. അതേപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പാക്കേജിങ്, പലതരം ഭംഗിയിലുള്ള പാക്കേജിങ് വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്? പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിക്കും. ഇപ്പോൾ ഈ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങി വന്നിട്ടുള്ള ഇപ്പോൾ പലചരക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി വരികയാണെങ്കിൽ അവർ ഒരു കവറിലോ ഒരു പേപ്പറിലോ ഒക്കെ ആയിരിക്കും കെട്ടിത്തരുന്നുണ്ടാവുക. അപ്പോൾ അതങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കേടുവന്ന് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ, വൃത്തിയുള്ള പാത്രത്തിലാക്കി ഒന്നല്ലെങ്കിൽ എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് ഏത് രീതിയിലാണോ പാക്ക് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ സൂക്ഷിപ്പ് കാലം കൂടും. അതാണ് നമ്മൾ ആദ്യം പറയാറുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്ന ഒരുപാട് വഴികളുണ്ട്. അതാണ് സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അതിനെ പിന്നെയും നമ്മൾ പാക്ക് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ക്യാനിലൊക്കെ വരുന്ന സാധനങ്ങൾ, ക്യാനിങ് അല്ലേ, അത് നമ്മുടെ ഫ്രൂട്ട്സും പല സാധനങ്ങളൊക്കെ നമ്മൾ ക്യാനിൽ വരാറുണ്ട്. അതൊക്കെ ഈ പാസ്ചറൈസേഷൻ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഇനി നമുക്ക് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈയിങ് ഉണ്ട്. അതല്ലാണ്ട് പെട്ടെന്ന് ഓർത്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അല്ലേ, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും, അതേപോലെ വിനാഗിരിയിലിട്ട് വെച്ചിട്ടുണ്ടാവും. ക്യാരറ്റ്, മാങ്ങ, കണ്ണിമാങ്ങ അല്ലെ, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പൈനാപ്പിൾ, ഇതൊക്കെ നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും. അതും ഒരു പ്രിസർവേഷൻ ടെക്നിക്കാണ്. ഇതേപോലെ നമുക്ക് പിന്നെ ഭയങ്കര സുപരിചിതമായിട്ട് അറിയുന്ന ഒരു സാധനമാണ് ജാം അല്ലേ, ജെല്ലി, ഇതൊക്കെ പോലത്തെ സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് ആ പഞ്ചസാരയുടെ ഒരു ഗുണം കൊണ്ടാണ് നമുക്ക് ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ മെത്തേഡ്സും നമുക്കുണ്ട്. അതേപോലെ ആസിഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ വിനീഗറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാല് നമുക്ക് പെട്ടെന്ന് കേടുവന്ന് പോകും അല്ലേ, പക്ഷെ നമ്മുടെ തൈര് അത്ര പെട്ടെന്ന് കേടുവന്ന് പോവില്ല അല്ലേ. തൈര് കുറച്ച് കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. അതിൻ്റെ കാരണം എന്താ, അത് പുളിപ്പിച്ച് കഴിഞ്ഞു, ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മുടെ വൈൻ അല്ലേ, വൈന് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പല സാധനങ്ങളും ഉപയോഗിക്കാം. അതായത് പൊളിപ്പിച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ വാങ്ങിയ സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും പാലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആദ്യം എവിടെ കൊണ്ട് വയ്ക്കുക, ഫ്രിഡ്ജിൽ. നേരത്തേക്ക് നമ്മൾ പുറത്ത് വെച്ചിരുന്നു, ശരിയാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫ്രിഡ്ജിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത് കുറച്ചും കൂടെ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും എന്നുള്ളത്. അതാണ് ലോ ടെമ്പറേച്ചർ. ഇത് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുണ്ടാകും കോൾഡ് സ്റ്റോറേജ് അല്ലേ, ഫ്രീസിങ്, നമ്മുടെ ഫ്രീസറുകൾ. നമ്മളിപ്പോൾ ഈവൻ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഫ്രീസറുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഫ്രീസറുകളിൽ ഒക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൂക്ഷിപ്പ് കാലം കൂട്ടാൻ പറ്റും. ഹൈ ടെമ്പറേച്ചറിൽ വരുന്നതാണ് നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത്. പാസ്ചറൈസേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക, ക്യാനിങ്, ഇങ്ങനത്തെ ഒരുപാട് ടെക്നിക്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന പ്രിസർവേറ്റീവ്സ്, ഇപ്പം നമുക്കത് അറിയാത്ത ആളുകളല്ല, എല്ലാതരം പ്രിസർവേറ്റീവ്സും നമുക്കിപ്പോൾ കോമൺ ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർത്താൽ, അളവിൽ ചേർത്താൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് ആരോഗ്യകരമായ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഭക്ഷണത്തിനെ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് തീരെ
അറിയാത്ത കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഈ ഇറേഡിയേഷൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് റേഡിയേഷൻ നമ്മൾ സാധാരണയൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ നമ്മൾ അസുഖത്തിനൊക്കെ ക്യാൻസറിനൊക്കെ എതിരായിട്ട് ചികിത്സയായിട്ട് ചെയ്യണ പോലെ റേഡിയേഷൻ ഉപയോഗിച്ചിട്ടും നമ്മുടെ ഭക്ഷണങ്ങളിലെ ഇത് കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, നമുക്ക് ഈ മഴക്കാലമായി തുടങ്ങുമ്പോൾ ഉരുളക്കിഴങ്ങിലൊക്കെ പച്ച കളർ വരും അല്ലേ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് മുള വന്ന് തുടങ്ങും. അപ്പോൾ ആ മുളയൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് റേഡിയേഷൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പോൾ ഇത്തരം ഒരുപാട് ഒന്ന് മാത്രമല്ല, ഒരുപാടുണ്ട്. ഇതിൽ ഒന്നിൽ കൂടുതൽ ടെക്നോളജീസ് ഒരുമിച്ച് ചേർത്തിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെർബൽ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണത്തിനെ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.